ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മെഴുക്കുവരട്ടിയാണ്. പലതരം മെഴുക്കുവരട്ടികൾ കഴിച്ചിട്ടുണ്ടാകും. ഇത് വളരെ വ്യത്യസ്തമായ നിത്യവഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഴുക്കുവരട്ടിയിലെ താരം നിത്യവഴുതനങ്ങ. ഇത് കഴുകി വൃത്തിയാക്കി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ചെറിയുള്ളിയാണ്. ഞാനിവിടെ 20 ചെറിയുള്ളി കനം കുറച്ച് ചെറുതായി അരിഞ്ഞിരിക്കുന്നതാണ്. ഇനി ഒരു പച്ചമുളക് സ്ലൈസായി അരിഞ്ഞത്, ചെറിയ പീസ് തേങ്ങാക്കൊത്ത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നിത്യവഴുതനങ്ങയായി ചെറിയുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചതച്ച മുളക്, ആവശ്യത്തിന് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെറുതീയിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാകും. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമെല്ലാം വറ്റി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് ഇളക്കാം. എണ്ണ ചേർത്ത് നന്നായി ഇതൊന്ന് മെഴുക്കിലാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലാക്കി തന്നെ ചെയ്യണം. നന്നായി വഴണ്ടു വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായ മെഴുക്കുവരട്ടിയാണ്. ഇനി നിത്യവഴുതനങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.